ഹായ്, ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് എന്ന വാക്കിനെ കുറിച്ചാണ്. ഷുഡ് എന്നത് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കും? ഷുഡ് എന്ന വാക്ക് ഒരു മോഡൽ വേർബ് ആണ്. മോഡൽ വേർബ് എന്ന് പറയുമ്പോൾ അതൊരു ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയാം. അത് മറ്റുള്ള വേർബുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേർബാണ്. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് ടുഡേ, ഐ ഷുഡ് ടുമാറോ എന്നൊക്കെ പറയൂ? ഇല്ല. ഷുഡ് എന്ന ഒരു വേർബ് മാത്രമായിട്ട് അവിടെ നമുക്കൊരു മീനിങ്ങും കിട്ടില്ല. ഐ ഷുഡ് ഗോ ടുഡേ, ഗോ എന്ന ഒരു വേർബ് അവിടെ വെച്ചു. ആ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഷുഡ് വെച്ചു. അപ്പോഴാണ് ഐ ഷുഡ് ഗോ ടുഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന് പോകണം എന്നുള്ള മീനിങ് കിട്ടുന്നത്. ഒരു മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പർ ആണ് ഷുഡ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇത് വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എങ്ങനെയാണ് ഈ ഷുഡ് യൂസ് ചെയ്യുന്നത് എന്ന്. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമുക്ക് പറയാം ഐ ഷുഡ് സ്റ്റഡി ടുഡേ, എനിക്കിന്ന് പഠിക്കണം. ഇനി ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലോ ഐ ഷുഡ് സ്റ്റഡി ടുമാറോ, എനിക്ക് നാളെ പഠിക്കണം. നോക്കൂ, ടുഡേ ആൻഡ് ടുമാറോ ഈ രണ്ട് വാക്കുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒരു ചേഞ്ചും ഇല്ല. പ്രസൻറ്റ് ടെൻസിലായപ്പോഴും ഫ്യൂച്ചർ ടെൻസിലായപ്പോഴും നാളെ എന്ന് പറഞ്ഞപ്പോഴും അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ, ആ ഒരു സ്ട്രക്ചറിൽ ഒരു വ്യത്യാസവും ഇല്ല. ഐ ഷുഡ് സ്റ്റഡി ടുഡേ, ഐ ഷുഡ് സ്റ്റഡി ടുമാറോ എന്നാണ് പറഞ്ഞത്. ഇനി പാസ്റ്റ് ടെൻസിൽ അതെങ്ങനെ ഉപയോഗിക്കും? ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ പഠിക്കണമായിരുന്നു എന്ന മീനിങ് കിട്ടി. അപ്പോൾ ഈ പഠിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തില്ല. പഠിക്കേണ്ടതായിരുന്നു, നമ്മളത് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല. അങ്ങനെയുള്ളൊരു കാര്യം പറയാനാണ് ഷുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് സ്റ്റഡീഡ് എന്നാക്കി. അത് വെർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. അവിടെയാണ് കുറച്ചൊരു ചേഞ്ച് വരുന്നത്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ തേർഡ് ഫോം, അതായത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെ ഷുഡ് ഉപയോഗിക്കും എന്നതിനെക്കുറിച്ചാണ്. കാരണം ഫസ്റ്റ് രണ്ട് ഫോമും, അതായത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നതും വളരെ ഈസിയാണ്. ഷുഡ് ഗോ, ഷുഡ് കം എന്നൊക്കെ വളരെ ഈസി ആയിട്ട് ആ മെയിൻ വേർബിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റും. എങ്കിലും ഈ ഷുഡ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പറയാം. അഡ്വൈസ്, ഉപദേശം. യു ഷുഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ്, സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ഒരു ഉപദേശം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് അഡ്വൈസ്. പിന്നെ ഒബ്ലിഗേഷൻ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ഒരു കടമയാണ്. യു ഷുഡ് പേ ടാക്സ്, യു ഷുഡ് പേ ടാക്സ്, അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഒരു കടമയാണ് ടാക്സ് പേ ചെയ്യുക എന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഷുഡ് ഉപയോഗപ്പെടുത്താം. പിന്നെ എക്സ്പെക്റ്റേഷൻ, എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രതീക്ഷ. യു ആർ ലിവിങ്, യു ഷുഡ് അറൈവ് ദർ ഇൻ ഹാഫ് ആൻ അവർ, യു ഷുഡ് അറൈവ് ദർ ഇൻ ഹാഫ് ആൻ അവർ. ഓ, നിങ്ങൾ പോവുകയാണല്ലേ, നിങ്ങളിപ്പോൾ തന്നെ അവിടെ എത്തും, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അവിടെ എത്തും. അത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ, അതിനെപ്പറ്റി പറയുമ്പോഴും നമുക്ക് ഷുഡ് ഉപയോഗിക്കും. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ ഈ ഷുഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ കഴിഞ്ഞു പോയ കാര്യം, ഇന്നലെ, അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യം നമ്മൾ അയ്യോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഓ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഞാൻ അവിടെ പോകേണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ? അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്, അത് നടന്നിട്ടില്ല, അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരു ഷുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ് ഇത്, ഐ ഷുഡ് ഹാവ്. അതുപോലെ തന്നെ ഐ ഷുഡിൻ്റ് ഹാവ്, അതിൻ്റെ നെഗറ്റീവ് ഫോം ഉപയോഗിക്കാം. ഓ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ഉപയോഗം വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് ഹാവ് കോൾഡ് യു ഓൺ ടൈം, ഐ എം സോറി, ഞാൻ നിന്നെ വിളിക്കേണ്ടതായിരുന്നു, ആ സമയത്ത് നിന്നെ വിളിക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അതിനൊരു റിഗ്രറ്റ് എനിക്കുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഐ ഷുഡ് ഹാവ് കോൾഡ് യു ഓൺ ടൈം, ഐ എം സോറി. ഐ ഷുഡ് ഹാവ് കോൾഡ് യു, ഷുഡ് ഹാവ് കോൾഡ്. കോൾഡ് എന്നത് കോൾ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, V3 ഫോം. ഐ ഷുഡ് ഹാവ് താങ്ക്ഡ് യു, ഐ ഷുഡ് ഹാവ് താങ്ക്ഡ് യു. ഓ ഞാൻ നിനക്ക് നന്ദി പറയേണ്ടതായിരുന്നു, ഞാൻ ചെയ്തില്ല. ഒരു അവസരത്തിൽ നമ്മൾ നന്ദി പറയേണ്ട സമയത്ത് നന്ദി പറയാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് വിഷമം തോന്നുന്നു, അപ്പോൾ ഐ ഷുഡ് ഹാവ് താങ്ക്ഡ് യു. താങ്ക് എന്ന വെർബിൻ്റെ V3 ഫോമാണ് താങ്ക്ഡ്.
ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഞാൻ നിന്നെ സഹായിക്കേണ്ടതായിരുന്നു. ഇതിൻ്റെ തന്നെ നെഗറ്റീവ് ഫോം ഇതേപോലെ തന്നെ യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡൻറ്റ് ഹാവ് ഫോർഗോട്ടൺ യുവർ ബർത്ത്ഡേ. ഐ ആം റിയലി സോറി. അതായത് ബർത്ത്ഡേക്ക് നമ്മൾ വിഷ് ചെയ്യുന്നില്ല ഒരാളെ, പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് പറയാം, ഐ ഷുഡൻറ്റ് ഹാവ് ഫോർഗോട്ടൺ. ഞാൻ മറക്കരുതായിരുന്നു, മറക്കരുതായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. ഐ ഷുഡൻറ്റ് ഹാവ് ഫോർഗോട്ടൺ. ഫോർഗെറ്റ് എന്നതിൻ്റെ തേർഡ് ഫോമാണ് ഫോർഗോട്ടൺ. ഐ ഷുഡൻറ്റ് ഹാവ് ഫോർഗോട്ടൺ യുവർ ബർത്ത്ഡേ. ഐ ആം റിയലി സോറി. ഐ ഷുഡൻറ്റ് ഹാവ് ഷൗട്ടഡ് അറ്റ് യു. ഞാൻ നിന്നോട് ഷൗട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷുഡിൻറ്റ്. ഐ ഷുഡിൻറ്റ് ഹാവ് ഷൗട്ടഡ് അറ്റ് യു. ഞാൻ നിന്നോട് ശബ്ദം ഉണ്ടാക്കാൻ, അതായത് ഉച്ചത്തിൽ സംസാരിക്കാൻ, ഷൗട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ഹേർട്ട് യുവർ ഫീലിങ്സ്. ഞാൻ നിങ്ങളുടെ ഫീലിങ്സിനെ വ്രണപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഹേർട്ട് എന്നുള്ളത് മുറിപ്പെടുത്തുക, വ്രണപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, വേദനിപ്പിക്കുക. അതിൻ്റെ ഒരു തേർഡ് ഫോമാണ് ഹേർട്ട്. ഹേർട്ട്. അതായത് ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്തരം സെൻറ്റൻസസ് ഉപയോഗിക്കുമ്പോൾ വെർബിൻ്റെ തേർഡ് ഫോം, വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ആ 3 ഡിഫറെൻറ്റ് ടെൻസസ് ഒന്ന് നോക്കാം. ഐ ഷുഡ് വർക്ക് ടുഡേ, പ്രസൻറ്റ് ടെൻസ്. എനിക്ക് ഇന്ന് വർക്ക് ചെയ്യണം. ഐ ഷുഡ് വർക്ക് ടുമാറോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ വർക്ക് ചെയ്യണം. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. ഐ ഷുഡ് ഹാവ് വർക്ക്ഡ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ പണികൾ ചെയ്യേണ്ടതായിരുന്നു. ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഫോംസ് നോക്കാം. ഐ ഷുഡ് വർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് പണികൾ ചെയ്യണം. ഐ ഷുഡിൻറ്റ് വർക്ക്, എനിക്ക് പണികൾ ചെയ്യണ്ട. ഐ ഷുഡിൻറ്റ് വർക്ക് ടുമാറോ, എനിക്ക് നാളെ വർക്ക് ചെയ്യണ്ട. ഐ ഷുഡിൻറ്റ് ഹാവ് വർക്ക്ഡ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വർക്ക് ചെയ്യേണ്ടതില്ലായിരുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ നമ്മൾ ഐ എന്നുള്ള സബ്ജക്റ്റിലാണ് പല സെൻറ്റൻസുകളും പറഞ്ഞത്. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ, ആ കൺസ്ട്രക്ഷനിൽ ഒരു വ്യത്യാസവും വരില്ല. ഐ, യു, വി, ഹി, ഷീ, ഇറ്റ്, ദേ, എന്ത് വേണമെങ്കിലും, ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐ ഷുഡ് വർക്ക് ടുഡേ, എനിക്ക് ഇന്ന് വർക്ക് ചെയ്യണം. യു ഷുഡ് വർക്ക് ടുഡേ, നിങ്ങൾക്ക് ഇന്ന് വർക്ക് ചെയ്യണം. വി ഷുഡ് വർക്ക് ടുഡേ, നമുക്ക് ഇന്ന് വർക്ക് ചെയ്യണം. ദേ ഷുഡ് വർക്ക് ടുഡേ, അവർക്ക് ഇന്ന് വർക്ക് ചെയ്യണം. പിന്നെ ഇതിൽ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേർഡ് ഫോം വേർബിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറഗുലർ വേർബ്സ് ആവുമ്പോൾ അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യുക തന്നെ വേണം. എന്തായാലും അത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ് ഇത്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് നോക്കാം. അതുകൂടി ആവുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇനി ഈ പ്രാക്ടീസ് സെൻറ്റൻസസ് എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഷുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡിൻറ്റ് ഹാവ് എന്നുള്ളത്. ഫസ്റ്റ് സെൻറ്റൻസ്, ജാക്ക് ഡാഷ് ഹിസ് ഹോംവർക്ക്. ഡു എന്നതാണ് ബ്രാക്കറ്റിലുള്ള വേർബ്. ജാക്ക് ഹോംവർക്ക് ചെയ്യണമായിരുന്നു എന്നാണെങ്കിൽ ജാക്ക് ഷുഡ് ഹാവ് ഡൺ ഹിസ് ഹോംവർക്ക് എന്നാണ് വേണ്ടത്. ജാക്ക് ഹോംവർക്ക് ചെയ്യേണ്ടായിരുന്നു എന്നാണെങ്കിലോ ജാക്ക് ഷുഡിൻറ്റ് ഹാവ് ഡൺ ഹിസ് ഹോംവർക്ക് എന്നാണ് വേണ്ടത്. ഡൺ എന്നത് ഡു എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഡാഷ് മൈ സ്പീച്ച്. ബ്രാക്കറ്റിലുള്ള വേർബ് റിഹേഴ്സ്. ഞാൻ എൻ്റെ സ്പീച്ച് റിഹേഴ്സ് ചെയ്യണമായിരുന്നു എന്നാണെങ്കിൽ ഐ ഷുഡ് ഹാവ് റിഹേഴ്സ്ഡ് മൈ സ്പീച്ച്. റിഹേഴ്സ്ഡ് എന്നുപയോഗിച്ചു. ഇനി ഞാൻ സ്പീച്ച് റിഹേഴ്സ് ചെയ്യേണ്ടായിരുന്നു എന്നാണെങ്കിലോ ഐ ഷുഡിൻറ്റ് ഹാവ് റിഹേഴ്സ്ഡ് മൈ സ്പീച്ച്. റിഹേഴ്സ്ഡ്, V3 ഫോം ഓഫ് റിഹേഴ്സ്. ദേ അവർ ഡാഷ് സോ മച്ച്. സ്പെൻഡ് എന്നതാണ് വേർബ്. അവർ അത്രയൊന്നും സ്പെൻഡ് ചെയ്യേണ്ടായിരുന്നു എന്നാണ്. ദേ ഷുഡിൻറ്റ് ഹാവ് സ്പെൻറ്റ് സോ മച്ച്.
സ്പെൻറ്റ് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം സ്പെൻറ്റ്, SPENT എന്ന് വേണം. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ സ്പെൻഡ് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം എന്താണെന്ന്? അതാണ്. ഇനി അവർ സ്പെൻഡ് ചെയ്യണമായിരുന്നു എന്നാണെങ്കിലോ, ദേ ഷുഡ് ഹാവ് സ്പെൻഡ് സോ മച്ച്, അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യണമായിരുന്നു എന്ന മീനിങ് കിട്ടി. അപ്പോൾ ഷുഡ് എന്ന മോഡൽ വെർബ് എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായില്ലേ? പ്രത്യേകിച്ചും ഈ ഷുഡ് ഹാവ് അതുപോലെ ഷുഡിൻ്റ് ഹാവ് എന്നതിൻ്റെ ഉപയോഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായില്ലേ? നമുക്ക് എത്രയോ അവസരങ്ങളുണ്ട് ഡെയിലി ലൈഫിൽ അത് ഉപയോഗിക്കേണ്ടതായിട്ട്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആലോചിക്കുക, ഇന്നലെ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ ഇന്നലെ ഞാൻ ആ കാര്യം ചെയ്തത് അത് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ ഒരു 3 സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതൂ.